ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു. കാരണം നമ്മുടെ മൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു മൂന്ന് ഡയമണ്ട് നമ്മൾ സാഹസികമായി കണ്ടെത്തിയ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. നിങ്ങൾ കണ്ടെന്ന് ചെയ്തിരിക്കും. അത് ഞാൻ ഈ ചെസ്റ്റിനകത്ത് വെച്ചായിരുന്നു ഗായ്സ്. ഈ ചെസ്റ്റിനകത്ത് ഡയമണ്ട് എല്ലാം ഇരിപ്പുണ്ട്. ഡയമണ്ട് ഉണ്ട്, എന്തുവാ ഷുഗറുണ്ട്, റെസ്റ്റോൺ ഡേർട്ട് ഉണ്ട്, കോളുണ്ട്, ഡയമണ്ട് ഉണ്ട്, ഇതെന്തുവാ സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് ഒരു ഓറല്ല, പക്ഷേ ഇങ്ങനെ വീണാണ്. പിന്നെ നമ്മൾ അവിടെ വെച്ച് കുറച്ച് അയൺ കിട്ടിയായിരുന്നു. അത് ഞാൻ എടുത്ത് ചെരുപ്പുണ്ടാക്കി. ചെരുപ്പില്ലേ, തൊപ്പി. അത് മാത്രമല്ല, ഞാൻ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഞാൻ അറിയാതെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം വീഡിയോ എന്ന് വെച്ചാൽ ഡിലീറ്റായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ കിടിലായിട്ട് അത് എന്ന് വെച്ചാൽ ഞാൻ പകുതി വീഡിയോ എടുത്തതേ ഉള്ളൂ ഗൈസ്. ഞാൻ പകുതി വീഡിയോ ഇടയ്ക്ക് വെച്ച് ഒന്ന് ക്ലോസായിപ്പോയി. പിന്നെ ഞാൻ അത്രയും നേരം കളിച്ചു. പിന്നെ ഞാൻ ഉറങ്ങാൻ കയറിക്കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേക്കും വീഡിയോ കാണുന്നു. അവസാനം ഞാൻ പിന്നെ പാളി വെട്ട് അപ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഈ ഏരിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ താഴെ ഇവിടെ കണ്ടല്ലോ ഒരു തിളങ്ങുന്ന ലാവ ബക്കറ്റാണ് ചേച്ചി. ഞാൻ അവിടെ വെച്ചിരുന്ന ലാവ ബക്കറ്റാണ് ചേച്ചത്. അമ്പ് വിടുന്നുണ്ട് സ്കെലട്ടൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അമ്പിന്റെ ശബ്ദം കണ്ടു, പക്ഷെ സ്കെലട്ടനെ കാണുന്നില്ല. വവ്വാല് സ്കെലട്ടൻ ഇവിടെ. ഇവിടെ ലാവ ബക്കറ്റ് ഇരിപ്പുണ്ട്. മേലെ കയറി ടോർച്ചെടുത്ത് ഇവിടെ നിന്നിട്ടാണ് നമ്മളൊന്നും ഇത് മൈൻ ചെയ്തെടുത്തത്. അയ്യോ ഗൈസ്, ഇതിപ്പോൾ ഒത്തിരി നേരമായി. നീ മിക്കവാറും സ്കെലറ്റൻ്റെ അടി കൊണ്ട് ചാവേണ്ടി വരും ഗൈസ്. അയ്യോ, അന്ന് ചെറിയ സാഹസികമായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു. എൻ്റെ സാഹസികമായ ഒരു പ്രകടനമാണ് നിങ്ങൾ കണ്ടത്. ഇന്നലെ നിങ്ങൾ കണ്ടത്. എനിക്ക് ടോർച്ചെടുക്കാം. എന്ത് ഗസ്, ലാവ ബക്കറ്റ്. ഇവിടെ ലാവയും ബക്കറ്റും ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. ചിലവരൊക്കെ ടോർച്ചൊക്കെ കൈ പിടിക്കും ഗൈസ്, പക്ഷെ അപ്പം വെട്ടം വരും. മോനെ സോഡ് പോയാൽ തീർന്നു. കാരണം കൈയിരിക്കുന്ന അയൺ സോഡാണ്. വേറെ ലാവ ബക്കറ്റ് പോയി. ലാവ ബക്കറ്റ് പോയി. കാരണം ഇത്ര അപ്പിട്ടും കിട്ടിയില്ല. അതിനടുത്ത് ലാവ ബക്കറ്റ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഫാം ഉണ്ടാക്കണം ഗൈസ്. ബെഡൊക്കെ ഞാൻ ഓൾറെഡി ഇല്ല സ്റ്റെസ്സിനകത്ത് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അയൺ ഫാം ഗൈസ്. കാരണം അയണിന് ഒരിതുമില്ല, ഒട്ടും അയണില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴ്ത്ത് കുഴിക്കാം. 1 2 ഇത്ര അങ്ങ് കുഴിക്കാം. ഇവിടെ ഇപ്പോൾ എത്രയായി? 1 1 2 3 4 4 കേസ് 4x4 ആണ്.
ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4x4, സോറി 4x4. വാട്ടർ വേണം, അത് നമുക്ക് നൈസിൽ ഒപ്പിക്കാം. ആദ്യം തന്നെ പോയി വല്ല ശവല അകീവല അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൽ ഇന്നേ വരെ ശവലി എന്ന് വെച്ചാൽ എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് അറിഞ്ഞോളം തൊട്ട് ഞാൻ ശവൽ ഉണ്ടാക്കിയിട്ടില്ല മൈൻക്രാഫ്റ്റിൽ. അല്ലാതെ പിന്നെ ഞാൻ എപ്പോഴും ഇതുണ്ടാക്കും പാക്സ് എല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ മൈൻക്രാഫ്റ്റ് കളിച്ച് തുടങ്ങി, മൈൻക്രാഫ്റ്റ് എങ്ങനെയാണ് കളിക്കണ്ടേ, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് തുടങ്ങിയപ്പോൾ ഇടയിലിപ്പോൾ ഒരു ശവലും ഒരു പിക്കാക്സും ഉണ്ട്. അയ്യോ എവിടെയായിരുന്നു കുഴി വെച്ച്? ഇപ്പോൾ ഇവിടെ ഇതായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 4, ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പം എത്ര? 1, 2, 3, 4. ഇവിടെ 4, ഇവിടെ 4. അപ്പോൾ ഗൈസ് 4x4 ഇത്രയും നമുക്ക് വേഗം കുഴിയാതൊന്ന് വീഴല്ലേ, നാളെ പാടി കിട്ടും. ചില ഗ്രാവിൽ വിളിക്കുമ്പോൾ എനിക്ക് ഫ്ലിൻറ്റ് കിട്ടും. 4x4 ആയതല്ലേ. 1, 2, 3, 4. ഓക്കെ, ഇനി ഇവിടുന്ന് 2, 3 സെറ്റ്. സെറ്റായതുകൊണ്ട് ഇനി നേരെ വീട്ടിൽ കിടക്കാം. നമുക്കില്ല ഗൈസ്, നമ്മുടെ വില്ലേജർ എന്താണ് ട്രേഡ് ചെയ്യാം, എന്തൊക്കെ കിട്ടുമോ നോക്കാം ഗൈസ്. വില്ലേജറിനെ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അയൺ കിട്ടുമെന്ന് നോക്കിയാലോ. ഇവിടെ ഇപ്പോൾ അധികം വില്ലേജേഴ്സ് ഒത്തിരി ഉണ്ട്. വീട് സ്ലാം കൊള്ളാല്ലേ, കൊള്ളാല്ലേ. ഒരു സെക്കൻഡ്, ഇവിടെ കയ്യിൽ ലെഡ് അല്ലേ ഉള്ളത്? എന്നെ അടിക്കുന്നതാണോ? എന്നെ അടിക്കുന്നത്? നീ എന്നെ അടിക്കുവാണോ? ലെഡ് ആ അതുണ്ട്. ഇനി മോൻ എന്നെ കഷ്ടപ്പെടാ ഏറി വടലാമി ഇവിടെ MLG അടിക്കുന്നു. ഇവിടെ MLG അടിക്കാൻ ഞാൻ ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവിടെ തന്നെ സ്നോ ഒക്കെ ഉണ്ട് ചെയ്യാൻ. ഇവർക്കൊക്കെ പിന്നെ സീഡാവേണം. ഓരോരുത്തർ ട്രേഡാ 26 ഇത് കൊടുത്താൽ ഒരു യമറാട് തരും അല്ലേ? 26 ഇപ്പോൾ ഉണ്ട്. ഇവിടുത്തെ ക്യാരറ്റ് കട്ട് വെച്ചിരിക്കുന്നു അപ്പുറത്തെ വീട്ടിലോട്ട്. ഞാൻ തന്നെ നട്ട ക്യാരറ്റാണ് കഴിച്ചതല്ല. നീ ഇല്ലയോടാ? ഇനി വേണം 26 ഉണ്ട്. ക്യാരറ്റ് അല്ലടാ മോനെ എനിക്കുണ്ട്. വേറെ ഫാം ആകുന്നുണ്ട്.
ഓൾറെഡി 10 ആയി. ഇനി 16 കൂടെ വേണം തോന്നുന്നു. എന്തുവാ ഇത്? ക്രീപ്പറിനെ കൊണ്ടാക്കിയോ? ആകെയുള്ള ഇതായിരുന്നു ട്രേഡ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്കിവിടെ ബീട്രൂട്ട് ഫാം ഉണ്ടല്ലോ. ബീറ്റ ഞാൻ ബീട്രൂട്ട് നടാറില്ല. എനിക്ക് ബീട്രൂട്ട് ഇഷ്ടമാണ്. ബീട്രൂട്ടല്ല കിഴങ്ങ്. ഇവിടെ പറ്റില്ല. അവൻ ചത്തല്ല കാര്യം. അതാണ്ട്രാ അടുത്തത്. കൂയി കൂയി കൂയി. ഇതിന് കുറേ വേണം. ഇല്ലേ തരുവാനേ ആറാ ഒട്ടാ. എൻ്റെ ഫില്ലും കൊള്ളാത്ത ഇല്ലേതാണ്. കൊള്ളാത്ത ഇല്ലേതാണ് ചെയ്തത്. എനിക്ക് ഏത് കാലത്താണ് വില്ലേജ് അടിക്കാൻ തോന്നി. എന്താ കൃഷി അതിലടപ്പി. അതുകൊണ്ട് എല്ലാ കാലത്തും ഡേറ്റിട്ട് കൊടുക്കും. ഡേറ്റിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോൺ കൊടുക്കും. ഇതൊക്കെ കണ്ടോ ഏറിയിരിക്കുന്നതൊക്കെ. ഇതൊക്കെ ഏറിയിരിക്കുന്നു. എത്രയൊക്കെ നമുക്ക് നമ്മുടെ പണി നോക്കാം. തുപ്പുവൻ തുപ്പു. ഓടുന്നതിൻ്റെ ഒപ്പം ചാപ്പാട് അത് നിർബന്ധ. ഇവിടെ നമ്മുടെ അയൽ ഫാമിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രാവല് പൊട്ടിക്കുമ്പോൾ ഫ്രണ്ട് കിട്ടുന്ന കാര്യം ഞാൻ പറയാം. അത് മാത്രമല്ല കുറേ അറിവ് ഈ മൈൻക്രാഫ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 64 ആവും മിക്കാറും. ഫ്രണ്ട് ഇല്ലായിരുന്നു 64 ആയേനെ. കറക്റ്റ് കേസ് ഒരു സ്റ്റാക്ക് ആയാൽ മതി. അയാളല്ല ഗ്രാവൽ. ഇനി ഞാനൊക്കെ ഗ്രാവലല്ലയോ ഇത് 14 ഈ തിരി വേഗം. ഇനി ഞാൻ പോയി ബെഡ് എടുത്തിട്ട് വരാം. നിങ്ങളെ കാണിച്ച് ഇതാക്കുന്നില്ല. ഞാൻ പോയി ബെഡ് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ പോയി ഞാൻ ലാവ എടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി ലാവ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ലാവ എടുത്തു. വാട്ടർ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. കാരണം ഞാൻ എന്നെ ഒരു മറ്റില്ല സാധനം വന്ന് കൊന്ന് ഗൈസ്. വാട്ടർ പോയി. അങ്ങനെ വാട്ടർ ഞാൻ ഇവിടെയാണ് ചത്ത് വീണത്. കാരണം ഞാൻ അത് എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഈ ലെഡ് എടുത്ത് ഞാൻ അറിയാവുന്ന എറിഞ്ഞപ്പോൾ അത് അവിടെ ചെന്ന് ഞാൻ അത് എടുക്കാൻ പോയപ്പോൾ സാധനം എറിഞ്ഞു. അതാണ് ആയുധം ഇല്ല അങ്ങനെ അത്. പിന്നെ ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 5 ബെഡ് അവിടെ വെച്ചേം ചെയ്ത് 5 വില്ലേജറിനെ വെച്ചേം ചെയ്ത്. ഇനി നമുക്ക് സാധനം സെറ്റാകാം. അപ്പോൾ 37 ട്രാപ്പ് ഡോർ ഉണ്ട്. ഓക്ക് ട്രാപ്പ് ഡോർ. വേഗം വേഗം വെച്ചോ ഗൈസ്.
പണിയാണ് ഗൈസ്. നൈറ്റ് ഉള്ള സോമ്പെല്ലാം കൂടെ കയറും വെക്കാറ്. You can only sleep at night and during thunderstorms. You can only sleep at night and during thunderstorms. You can only sleep at night and during thunderstorms. എനിക്ക് തള്ളയുടെ വാക്ക് ഒട്ടും ഇഷ്ടമല്ല. You can only sleep at night and during thunderstorms. You can only sleep at night and during thunderstorms. അപ്പോൾ ഗൈസ് നമ്മൾ ഉറങ്ങി എണീറ്റ് വില്ലേജേഴ്സിനെ ശക്തി കാണും. അച്ഛന്മാരെ സെറ്റാണ്. 5 പേരുണ്ടല്ലേ? സെറ്റല്ലേ? നിങ്ങൾ ഞാനങ്ങ് മൂട് കേട്ടോ. അവിടെ കിടന്നു ഇവിടെ കിടക്കത്തല്ലേ അച്ഛനെ ട്രാപ്പ് ഡോറില്ലേ താഴെ പോയാൽ നിങ്ങൾ എടുത്തോട്ടോ. നിങ്ങൾക്ക് ആവശ്യം വരും നിങ്ങളെടുത്തോ. നമ്മൾ കളി കഴിഞ്ഞു. ഞാൻ പോയി വെള്ളം എടുത്തോണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കാണിക്കാം. വെള്ളം എടുത്തോണ്ടായിരുന്നെങ്കിൽ ചിരിക്കി ഒരു സെക്കൻഡ്. എന്തോ ഒരു എന്തോ ഒന്ന് മറന്ന പോലെ എന്തായാലും ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനി മേലോട്ട് പക്ഷെ എന്തോ ഒന്നും മറന്നല്ല. സോംബി ഇടുന്നതിനകത്ത് ഇതിനകത്തിന് സോംബിയെ കൊണ്ടുവന്ന് ഇടണം. അത് മറക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ്. കാരണം ആ സോംബിയെ കണ്ട് പേടിച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഇനി സോംബിയെ പോയി എടുക്കുന്നതല്ല. ഞാൻ പോയി സോംബിയെ എങ്ങനെയും ഒപ്പിച്ചോണ്ട് വരാം. ഇതെന്തുവാ? ഞാൻ പോയി സോംബി എടുത്തോണ്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അവിടെ ഒരു സോംബി കൂട്ടാൻ നിൽക്കുന്നതാണ്. ഞാൻ ഒരു സോംബി ഒന്ന് മറ്റേ അവിടെ ഒരു കുഴിക്കാത്തൊരു സോംബി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സോംബിനെ ഞാൻ ബോട്ടിനകത്ത് ഇരുത്തി സോംബിയെ കൊണ്ട് കടിപ്പിച്ചിട്ട് കുഴി കൂടെ കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റി. ഇവിടുന്ന് ഇങ്ങനെ കുഴി ഇതുവരെ ഞാൻ കൊണ്ടുവന്നു. ഇവിടെ മറയിലൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ച് അപ്പോൾ അവിടെ കൊണ്ട് ഇതിൻ്റെ സെൻറ്ററായിട്ട് യെസ് ഗൈസ്. ഇങ്ങനല്ല അങ്ങ് അവിടെ ഒന്നും വെക്കില്ലേ. അവിടെ ഒന്നും ആവശ്യമില്ല. ഇല്ല അവിടെ ഇറങ്ങിപ്പോയി വെക്കേണ്ടി വരും മിക്കവാറും. അയ്യോ ഗൈസ് അറിയാതെ ബാക്കിയത് ചെയ്യാനാണ് പറഞ്ഞ. ഇവിടെ ഒരെണ്ണം പൊങ്ങടാ. ഇവിടെ ഇല്ലേ അവിടെ ഒരെണ്ണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരെണ്ണം. അങ്ങനല്ല ഇവിടെ എങ്ങനെയൊക്കെ വെയ് ഹിന്ദി. നടുക്കിരിക്കുന്ന പൊട്ടിച്ച്
അയ്യോ നടുക്കിരിക്കുന്ന പൊട്ടിച്ചപ്പോൾ എല്ലാം പൊട്ടി ഗൈസ്. ഫസ്റ്റ് സൈഡിൽ നിന്ന് വേണം. ഓക്കെ ഓക്കെ ഗൈസ്, എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. എല്ലാം ഇങ്ങോട്ടാണ്. ഓ ശരി പൊങ്ങട്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. വലുതാവത്തില്ല. അയ്യോ ചുമ്മാ അല്ല ഗൈസ്, അത് കമ്പില്ല, അത് വെള്ളത്തിൻ്റെ അവിടെ. ഇവിടെ ഓക്കെ, ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ ഗൈസ്. ഇപ്പോൾ ന്യൂബല്ലേ ഗൈസ്, ഇങ്ങനെയൊക്കെ അല്ലേ പറ്റൂ. ഇത് ചെയ്യാനാണ്. ഇവരെ പിടിച്ച് പറ്റിയത് പറ്റും. അല്ലേ തുറക്കല്ലേ, വെള്ളം അകത്തോട്ട് പോയാടി. ഇല്ല വെള്ളം അകത്തോട്ട് പോയി. ഒരു ആൾക്കുളത്തിനൊക്കെ പെട്ടെന്ന് കിട്ടാ. ഇത് സിമ്പിൾ മെത്തേഡാണ്. ഇത്രയും ഞാൻ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക്. ചുമ്മാ അല്ല, നേരെ ഇരിക്കുന്നത്. ഞാൻ ചരിഞ്ഞിരുന്നത് നേരെ വരുന്നത്. വെള്ളത്തിൻ്റെ കൂടെ താഴ്ത്തുണ്ടടാ. അയ്യോ താഴെ വീണടേ. ഞാനൊരു പുളിയല്ലേ ഗൈസ്. ഇപ്പം നൈറ്റ് ആവാറായി, പണി കഴിഞ്ഞില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ കിട്ടി. എനിക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഡേ നൈറ്റ് എന്നുണ്ടല്ലോ. ഒരു കൂവിയെല്ലാം കൂവി എന്നിട്ട് ചെയ്തു. രാവിലെയായി, ഇനി ഇറങ്ങത്തെ കൊടുക്കും. കൽക്കണ്ടക്കനിയതിൻ്റെ ഇവിടെ ആയിട്ടാണ് എല്ലാം വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആയിട്ട് വേണം നമുക്ക് സെൻറ്റർ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ അവിടെ സൗണ്ടൊന്നും നോക്കാമല്ലോ, അവിടെ വെക്കാനാവും. നേരെ വെയ്യടാ, നേരെ ഇവിടെ ഇപ്പം തന്നെ ഇപ്പം 2 ഇത് പോരാ, കുറച്ച് പോരാ. ഒരു 3 അടി 3ൻ്റെ ഇത് ബാക്കിലോട്ട് വന്നു. ഓക്കെ, ഞാൻ 2 വട്ടം ബാക്കിൽ പോയി വെക്കുന്നതിന് പകരം ബാക്ക്. അതാണ് ഗൈസ് എൻ്റെ അലർജി ആയിട്ട് വെച്ചാൽ അമ്മ ഇറങ്ങി വരും. എന്തൊരു അടയടാ, അടയടാ. പണി കഴിഞ്ഞു ഗൈസ്, പണി കഴിഞ്ഞു. ഇവിടെ ലാഭം എടുത്താൽ ഒഴിക്കുക. ഇവിടെയൊക്കെ ചെറിയ വളവും പുളിയൊക്കെ ഉണ്ട്. നമുക്ക് നേരെയാകും, ഇപ്പം നേരെയാകും. വളം ഒന്ന് നേരെയാക്കട്ടെ ഗൈസ്. പണി
യാ ബോയ്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കിട്ടില്ല അതില്ലേ ശ്രീ നടുക്ക് ലാവ വെച്ചെടുക്കുന്നു. എടാ ലാവ അടിക്കും. ഇതിപ്പോ ഇത്ര ആവണത്തെ തവണയാണ് ഞാൻ കാല വീഴുന്നത്. കുറച്ചുകൂടെ മതി കളി. അത് കുറച്ചുകൂടെ മതി. പിന്നെ നമ്മൾ സെറ്റാണ് സെറ്റാണ് ചേർത്ത് 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 ചേർത്ത്. അവരെ കുറിച്ച് ബാക്കിലോട്ട് വെക്കട്ടെ. പിന്നെ പാട് ബാക്കിലോട്ട് ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ലവൻ വരുവാ അയങ്കോളാം. അവൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോഴില്ലേ ഗൈസ് അവൻ ഒഴിഞ്ഞത് അങ്ങനെ ഇവിടെ അങ്ങ് ചാവില്ലേ. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് കൊണ്ട് അടിച്ചേക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോ ബൈ. ടേക്ക് കെയർ.